എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഞാൻ നേരുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി നെക്ക് ഡിസൈനാണ്. അത് മിററും ഫ്രെയിമും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോഡേൺ നെക്ക് ഡിസൈനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഫാബ്രിക് ഒന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഇവിടെ 2 മീറ്റർ തുണിയാണ് ചുരിദാർ ടോപ്പ് അടിക്കുവാൻ വാങ്ങിച്ചിരിക്കുന്നത്. കോട്ടൺ തുണിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 മീറ്റർ ലൈനിങ് തുണി ഞാനിപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ, അതുപോലെ ചുരിദാർ തയ്ക്കുവാൻ ഒട്ടും അറിയാത്തവരാണെങ്കിൽ, ഞാൻ ഇതിനു മുൻപ് എൻ്റെ ചാനലിൽ 2 വീഡിയോസ് ചുരിദാർ ടോപ്പ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഈസി മെത്തേഡ് പാർട്ട് 1, 2 എന്നിങ്ങനെ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ആദ്യമേ അത് കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അറിയാത്തവർ ആ ലിങ്കിൽ പോയി കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് ഇതെല്ലാം അറിയാവുന്നവരാണ്. അവരിപ്പോൾ ഈ നെക്ക് ഡിസൈൻ മാത്രം ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഫാബ്രിക് എത്ര മീറ്റർ ആണെന്നും ഏത് തരം ക്ലോത്ത് ആണെന്നും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മിററാണ്. ഞാനിപ്പോൾ ഇതൊരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതും ചെറിയ ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വലുത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ ചെറുതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലുത് വളരെ നമ്മുടെ ടോപ്പിൽ നെക്ക് അടിക്കുമ്പോൾ കുറച്ച് ഭംഗി കുറവാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെറുത് തരം വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വാങ്ങിക്കുക. ഇതിൻ്റെ വലുതും വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഫ്രെയിം വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങിക്കുന്ന മിററിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രെയിം ആയിരിക്കണം വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇതിന് വലിയ ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മിററിന് പറ്റിയ ഫ്രെയിം വാങ്ങിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് പശയാണ്. ഈ പശയുടെ പേര് ഫാബ്രിക് ഗ്ലൂ എന്നാണ്. അതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടോപ്പ് മാറ്റി വെക്കുകയാണ്. ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കതിൻ്റെ ഫ്രണ്ട് പീസ് മാത്രം മതി, ബാക്ക് പീസ് ഇപ്പോൾ ആവശ്യമില്ല. ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് നെക്കാണ്. അപ്പോൾ അതിന് ക്യാൻവാസ് പേപ്പർ എല്ലാവരും മേടിക്കണം. കാരണം നമ്മൾ താഴത്തേക്ക് ഇതേപോലത്തെ മോഡലിലാണ് നമ്മളിപ്പോൾ നെക്ക് അടിക്കാൻ പോകുന്നത്. യു വരച്ചിട്ട് താഴത്തേക്ക് ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം വെക്കുന്നത്. ഇതേപോലെയാണ് നമ്മൾ ഫ്രെയിം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് നെക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാവരും തന്നെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ഈ നെക്ക് ട്രൈ ചെയ്യുക. ക്യാൻവാസ് ഇല്ലെങ്കിൽ നമുക്ക് ഓരോ എഡ്ജും കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടുകയില്ല. അപ്പോൾ ഞാൻ ക്യാൻവാസ് പേപ്പറിൽ നിന്ന് നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ കുറച്ച് വീതിയുള്ള വശം വേണം നമുക്കിതേപോലെ മടക്കാൻ. ഇപ്പോൾ ക്യാൻവാസ് പേപ്പർ ഇത്രയും വീതിക്ക് ഇത്രയും ഇറക്കത്തിലും മടക്കിയിട്ടു. ഇനി നമ്മൾ നമ്മുടെ നെക്കിൻ്റെ വീതി അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം. എൻ്റെ നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ്. നെക്കിൻ്റെ വീതി ഞാൻ എപ്പോഴും 3 ഇഞ്ചാണ് നെക്ക് വീതി എടുക്കുന്നത്. അപ്പോൾ നെക്ക് ഇറക്കം 6 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ഇറക്കം 6 ഇഞ്ച്. ഇനി താഴത്തേക്ക് നമുക്കൊരു 8 ഇഞ്ചും കൂടി ഇറക്കണം. അപ്പോൾ ടോട്ടൽ 14 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ നെക്ക് ഇറക്കം എടുക്കുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ചിൽ ഗ്യാപ്പിൽ നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ നെക്ക് വീതിയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്ക് വീതി ഞാൻ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നെക്കിറക്കം 6 ഇഞ്ചാണ് നെക്കിറക്കം. അതായത് നമ്മുടെ സാധാരണ നമ്മൾ എത്രയാണോ നമ്മുടെ ചുരിദാർ അടിക്കുവാൻ വേണ്ടി എടുക്കുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് 8 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് ഇറക്കിയിട്ട് ആ ഗ്യാപ്പിൽ എക്സ്ട്രാ തുണി വെച്ച് കൊടുക്കും. ഇനി 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. നമ്മുടെ മെയിൻ നെക്ക് വരേണ്ടത് താഴത്തേക്ക് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇറക്കുകയാണ്. എന്നിട്ട് അവിടെ നമ്മൾ പീസ് വെച്ച് കൊടുക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നമുക്കിനി ഇത് വൈഡായിട്ടുള്ള യു വരച്ചു കൊടുക്കാം. നല്ല വൈഡ് യു വരക്കാം. ഇനി ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ നിങ്ങൾക്ക് ഇതിന് വീതി വേണ്ടത്. ഇപ്പോൾ ചിലവർക്ക് വീതി വളരെ കൂടിയിരിക്കുന്നതായിരിക്കും, ഏകദേശം ഈ ഗ്യാപ്പ് വരുന്നത് ഇഷ്ടമായിരിക്കും. ചിലവർക്ക് അത് വളരെ വീതി കുറവായിരിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തോരമാണോ നിങ്ങൾക്ക് വീതി വീതി വെക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് വീതി എടുക്കുന്നുള്ളൂ. ഇവിടെയും 1/2 ഇഞ്ച്
അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കി കട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന നെറ്റ്. ഇതാണ് നമ്മുടെ നെക്ക്. ഇതാണ് നമ്മുടെ മെയിൻ നെക്ക്. നമ്മൾ ക്യാൻവാസ് വരയ്ക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പിലായിരിക്കണം നമ്മുടെ മെയിൻ നെക്ക് വരയ്ക്കേണ്ടത്. താഴത്തേക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇറക്കുകയോ അതുപോലെ ഇതിൻ്റെ വീതി കൂട്ടുകയോ അപ്പോൾ ഇത്രയും വീതി വെക്കുകയോ അത് നമ്മളുടെ ഇഷ്ടത്തിന് വെക്കാം. ഇപ്പോൾ ഇത്ര ഇറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തോരമാണോ ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് പോലെ ഇറക്കിയാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇറക്കാം. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പിൽ ഒട്ടിക്കാം. നമുക്ക് ക്യാൻവാസ് നമ്മുടെ തുണിയിൽ ഒട്ടിക്കാം. ഞാനിപ്പോൾ ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് വശമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചീത്ത വശത്ത് വേണം ഒട്ടിക്കാനായിട്ട്. നല്ല വശത്ത് ആരും ക്യാൻവാസ് ഒട്ടിക്കരുത്. നമ്മൾ ചീത്ത വശത്ത് ഒട്ടിച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ടോപ്പിൻ്റെ ചീത്ത വശം, ഇത് നല്ല വശമാണ്. ഞാനിപ്പോൾ ടോപ്പിൻ്റെ ചീത്ത വശം നിവർത്തിയിട്ടു. എന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ 14 ഇഞ്ചിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഞാൻ മാർക്ക് ചെയ്തു, അതായത് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എത്രയാണോ നമ്മൾ നെക്ക് വീതി എടുക്കുന്നത് ആ നെക്ക് വീതി മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 3 ഇഞ്ചാണ് നെക്ക് വീതി എടുത്തത്. അപ്പോൾ 3 ഇഞ്ച് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ 3 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റിലായിരിക്കണം നമ്മുടെ ക്യാൻവാസ് ഒട്ടിക്കേണ്ടത്. അതുപോലെ തന്നെ ക്യാൻവാസിന് 2 വശമുണ്ട്. ഒരു വശം വളരെ മിനുസമുള്ളതായിരിക്കും, മറ്റേ വശം വളരെ റഫായിരിക്കും. അപ്പോൾ ഈ മിനുസമുള്ള ഈ ഭാഗമായിരിക്കണം നമ്മളുടെ തുണിയുമായിട്ട് നമ്മൾ ഒട്ടിക്കേണ്ടത്. റഫായ വശം നമ്മളെ തുണിയുമായിട്ട് ഒട്ടിക്കിട്ടില്ല. ഞാനിപ്പോൾ ഈ നെക്ക് ഈ ലെവലിൽ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതായത് നമ്മൾ ആദ്യമേ വരച്ച ഈ പോയിൻ്റാണ്, ആ പോയിൻറ്റിൻ്റെ ഇങ്ങനെ വരണം, ഇതിൻ്റെ ഉള്ളിൽ വരുത്തരുത്. ഇതാണ് കറക്റ്റ് നമ്മളുടെ നെക്ക് ലൈൻ. ഇത് നമ്മൾ റഫായിട്ട് വെട്ടിയെടുത്തതാണ്. അപ്പോൾ ഈ നെക്ക് ലൈൻ ഈ പോയിന്റിൽ വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും വെക്കുക. ഞാനിപ്പോൾ ക്യാൻവാസ് ഒട്ടിക്കുകയാണ്. ക്യാൻവാസ് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നെക്ക് അടിക്കാം. ലൈനിങ് അടിയിൽ വെച്ചിട്ട് നെക്ക് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നെക്ക് അടിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ നിവർത്തിയിട്ടിരിക്കുന്നത്. ഇത് ലൈനിങ്ങിൻ്റെ നല്ല വശമാണ്. നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ചീത്ത വശത്ത് വേണം അടിക്കാനായിട്ട്. ഒരു 2 ഷോൾഡറും, അതായത് ചുരിദാർ ടോപ്പിൻ്റെയും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെയും ഷോൾഡർ കറക്റ്റ് ഇതേപോലെ ലെവൽ ചെയ്ത് വെക്കുക. വ്യത്യാസം വരരുത്. നമ്മൾ രണ്ടും കറക്റ്റായിട്ടാണ് വെട്ടിയിരിക്കുന്നത്, അപ്പോൾ അതിൽ വ്യത്യാസം വരില്ല. അപ്പോൾ നിങ്ങൾ വെട്ടിയെടുക്കുമ്പോഴും കറക്റ്റായിട്ട് ഇതേപോലെ ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ നെക്ക് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ കൈക്കുഴിയും അതുപോലെ തന്നെ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ക്യാൻവാസിൽ അടിക്കുമ്പോൾ ഈ ലൈനിൽ കൂടി ആയിരിക്കണം അടിക്കേണ്ടത്. ഇതിൻ്റെ പുറമേ ആരും അടിക്കരുത്. ഇതാണ് നമ്മുടെ കറക്റ്റ് നെക്ക് ലൈൻ. ഇതിൽ കൂടി വേണം അടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ മൂല എത്തുമ്പോൾ, അതായത് ഈ എഡ്ജ് എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു കെട്ടിടുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനത് ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പോയിന്റിൽ സൂചി ഇറക്കി നിർത്തി. എന്നിട്ട് കെട്ടിടുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മെഷീൻ ചവിട്ടിയാണ് തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ചവിട്ടുക. മോട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ താഴെയുള്ള ഫുഡ് പെഡലിൽ നിങ്ങൾ ചവിട്ടി പിടിക്കുക. എന്നിട്ട് തുണി ഇതേപോലെ ഒന്ന് വലിക്കുക. അപ്പോൾ അവിടെ കെട്ട് വീഴും. ഇങ്ങനെയാണ് കെട്ടിടുന്നത്. ഇനി താഴത്തേക്ക് ബാക്കിയുള്ള നെക്ക് അടിക്കാം.
അതുപോലെ തന്നെ ഈ ഓരോ എഡ്ജ് എത്തുമ്പോഴും സെയിം മെത്തേഡിൽ തന്നെ കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യു നെക്കിൻ്റെ ഭാഗത്ത് ഓരോ ഇഞ്ച് ഇടവിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. സ്റ്റിച്ചിൽ കൊള്ളാതെ ഓരോ ഇഞ്ച് ഇടവിട്ട് കട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഷേപ്പ് കറക്റ്റായിട്ട് തിരിഞ്ഞു കിട്ടുകയുള്ളൂ. ഇനി ഈ മൂലക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ എഡ്ജിലും ചെയ്യാം. ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഗ്യാപ്പിൽ തുണി കയറ്റണം. അപ്പോൾ നിങ്ങൾ ഒരു സെറ്റ് ചുരിദാറിൽ നിന്നാണ് നിങ്ങൾ ഇതേപോലത്തെ നെക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്യാപ്പിൽ നിങ്ങളുടെ പാൻറ്റിൻ്റെ പീസ് കയറ്റാം. ഇല്ലെങ്കിൽ ഇതുമായിട്ട് മാച്ച് ചെയ്ത എന്തെങ്കിലും ഒരു പീസ് കയറ്റാം. അല്ലെങ്കിൽ ഇത് തന്നെ കയറ്റിയാലും കുഴപ്പമില്ല. ഞാനപ്പോൾ ഈ ഗ്യാപ്പിൽ ഞാനിപ്പോൾ വാങ്ങിച്ച ഈ തുണിയുടെ 4 അറ്റത്തും ഇതുപോലെ ഗോൾഡൻ കളറിലെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ തുണിയാണ് ഈ ഗ്യാപ്പിൽ കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 ആയിട്ട് ഇതേപോലെ അടിച്ചെടുത്തു. എന്നിട്ട് ഇതാണ് ഈ ഗ്യാപ്പിൽ ഞാൻ വെച്ചു കൊടുക്കുന്നത്. നിങ്ങളൊരു സെറ്റ് ചുരിദാറാണെങ്കിൽ അതിൽ പാൻറ്റിൻ്റെ തുണിയും വെച്ച് കൊടുക്കാം.
സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രെയിമും അതുപോലെ തന്നെ മിററും വെക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യമേ മിറർ ഒട്ടിക്കാം. ഇതുപോലെ പച്ച തേക്കുക. എന്നിട്ട് ഷോൾഡറിന് കുറച്ച് താഴത്തേക്ക് വേണം ഇറക്കി ഒട്ടിക്കാൻ. ഈ ഭാഗം നമ്മൾ ഷോൾഡർ കൂട്ടി പോകുന്ന ഭാഗമാണ്. അപ്പോൾ കുറച്ച് താഴത്തേക്ക് വേണം ഇതുപോലെ ഒട്ടിക്കാൻ. എന്നിട്ട് ഫ്രെയിമിനും നല്ല വശവും ചീത്ത വശവും ഉണ്ടാകും. ഇതാണ് ചീത്ത വശം, നല്ല പരന്നിരിക്കും. ഇത് ഉരുണ്ടിരിക്കും. ഇത് നല്ല വശം. ഒരു ചീത്ത വശത്ത് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇല്ല കുറച്ച് ഗ്യാപ്പ് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് ഒട്ടിക്കാം. ഇതുപോലെ നമുക്ക് ഫുള്ള് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ എല്ലാ മിററും അതുപോലെ തന്നെ ഫ്രെയിമും ഒട്ടിച്ചെടുത്തു. ഞാൻ കാണിച്ച മിറർ നെക്കിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഞാൻ ഈ ടോപ്പ് ഫുള്ളായിട്ട് അടിച്ചെടുത്തു. സ്ലിറ്റ് അതുപോലെ കൈ, ബാക്കിലെ നെക്ക് എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞു. വീഡിയോയുടെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരു കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. താങ്ക് യു.